അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ. ഓരോ ദിവസവും ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് അതിൻ്റെ താഴെയായിട്ട് ഓരോരുത്തരുടെ പ്രയാസങ്ങളും മനസ്സിലുള്ള ഓരോ ഇടങ്ങേറുകളും കമൻറ്റിലൂടെയായിട്ട് എഴുതി അറിയിക്കാറുണ്ട്. എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദുആ ചെയ്യാറുണ്ട്. ഓരോരുത്തരും പറയാറുള്ളത്, ഇത്താ നിങ്ങൾ ദുആ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ദിക്റുകളോ സ്വലാത്തുകളോ നിങ്ങൾക്കറിയോ, ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെയാണ് ഓരോരുത്തർ കമൻറ്റിലൂടെയായിട്ട് ചോദിക്കാറുള്ളത്. അതേപോലെ തന്നെ വാട്സപ്പിലൂടെയും എല്ലാവർക്കും വേണ്ടിയിട്ട് എപ്പോഴും ദുആ ചെയ്യാറുണ്ട്. നമ്മുടെ ദുആകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് ദുനിയാവെന്നും നാളെ ആഖിറത്തിലും നമുക്കെല്ലാവർക്കും ഉപകരിക്കുന്ന അമലാക്കി അല്ലാഹ് സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലുള്ള ഒരു ആയത്തിനെ കുറിച്ചാണ് കേട്ടോ. നമുക്ക് ഓരോരുത്തരുടെയും മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, ഓരോ ആവശ്യങ്ങളുണ്ടാവും. അതൊക്കെ ചിലപ്പം ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച് ഇതുവരെ നടക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതൊരിക്കലും ഇനി നടക്കില്ല, ഇനി ഞാനത് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ നമ്മൾ തള്ളിക്കളഞ്ഞ, മനസ്സിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള കാര്യങ്ങൾ പോലും ഈ പറയുന്ന രൂപത്തിലായിട്ട് ഈ ഒരു സൂറത്ത് നിങ്ങൾ ഓതിയാൽ അത് തീർച്ചയായിട്ടും അത് നടന്നു കിട്ടും. ഒരു സംശയവും വേണ്ട, ഉറപ്പാണ്. അത് ചിലപ്പം നടന്ന് കിട്ടാത്തത് എന്താണെന്നറിയോ? നമ്മളെ അടുത്തുള്ള ഓരോരുത്തരുടെയും, ഞാനടക്കം നിയ്യത്താക്കി ഓതുന്ന സമയത്ത് അത് വിചാരിക്കുന്നത്ര ഫലം കിട്ടാത്തത് നമ്മുടെ അടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടാവാം, അല്ലാതെ പരിശുദ്ധ ഖുർആനിലെ ആയത്തിൻ്റെ കുഴപ്പമല്ല. അങ്ങനെയുള്ള പ്രയാസം വരുന്നത് ചിലർക്ക്, ഒരുപാട് പേർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇത്താ ഞാൻ ചൊല്ലി നിയ്യത്താക്കി ചൊല്ലി ഞാൻ വിചാരിക്കാത്ത രീതിയിൽ എനിക്കതിന് ഫലം കണ്ടെത്താ എന്ന് പറയുന്നവരുണ്ട്. വേറെ ചിലരാണെങ്കിൽ ഞാൻ ഒരുപാട് ദിക്റുകൾ ചൊല്ലുന്നുണ്ട്, ഒരുപാട് ഞാൻ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, ഖുർആനിലെ ആയത്ത് ഞാൻ നിയ്യത്താക്കി ഓതുന്നുണ്ട്, ഇതുവരെയായിട്ട് എനിക്കൊരു ഫലവുമില്ല, അങ്ങനെ പറയുന്നവരുണ്ട്. അതെന്താ കാരണം അറിയോ? അത് പരിശുദ്ധ ഖുർആനിൻ്റെയോ സ്വലാത്തിൻ്റെയോ ദിക്റിൻ്റെയോ ഒരു പ്രശ്നമല്ല, നമ്മളെ അടുത്തുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടാവാം. അപ്പോൾ ഈ ഒരു സൂറത്ത് നിങ്ങൾ എന്ത് ഹലാലായിട്ടുള്ള ആവശ്യത്തിന് നിയ്യത്താക്കി ഓതിയാൽ തീർച്ചയായിട്ടും ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ എന്ത് കാര്യമാണ് മനസ്സിൽ നിയ്യത്താക്കി ഈ ഒരു സൂറത്ത് ഓതാൻ പോകുന്നത്, അത് നിങ്ങൾക്ക് നടന്നു കിട്ടും. അല്ലാഹ് നടത്തി തരും, ഉറപ്പാണ്. ഞാനല്ല പറയുന്നത്, മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന സൂറത്താണ് സൂറത്തുൽ ഫതഹ്. സൂറത്തുൽ ഫതഹ് ഓതിയിട്ട് ഞാനിപ്പോൾ ഈ പറയുന്നത് കേൾക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയവരുണ്ടാവും, ഒരു പക്ഷേ ഫലം കിട്ടാത്തവരുമുണ്ടാവും. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന സൂറത്താണ് സൂറത്തുൽ ഫതഹ്. സൂറത്തുൽ ഫതഹിന് അള്ളാഹു ഒരുപാട് മഹത്വങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാൻ ഈ സൂറത്ത് ഓതാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. പരിശുദ്ധ ഖുർആനിലെ 48ാമത്തെ സൂറത്താണ് ഈ സൂറത്തുൽ ഫതഹ്. വെറും 29 ആയത്തുകൾ മാത്രമാണ് ഈ സൂറത്തിനുള്ളത്. മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 53ാമത്തെ വയസ്സിൽ ഹിജ്റ വന്നു മദീനയിലെത്തി. ആ മദീനയിൽ വെച്ച് മുത്ത് നബി തങ്ങൾക്ക് ഇറക്കപ്പെട്ട സൂറത്താണ് ഈ പറയുന്ന സൂറത്തുൽ ഫതഹ് എന്ന സൂറത്ത്. ഒരിക്കലും ഇനി എൻ്റെ കാര്യം നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം കൂടി വെറും 3 ദിവസം കൊണ്ട് അത് നിങ്ങൾക്ക് അള്ളാഹു നടത്തി തരും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ പറയുന്ന കാര്യവുമല്ല, മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഉറപ്പാണ്. നിങ്ങൾ എന്ത് കാര്യത്തിനും ഈ സൂറത്തുൽ ഫതഹ് നിയ്യത്താക്കി ഓതിയാൽ അതിന് തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് അള്ളാഹു ഫലം കാണിച്ചു തരും. ഇത് ഓതേണ്ട രീതിയുണ്ട്, എങ്ങനെയാണ് ഓതേണ്ടത് എന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. എന്നോട് ഒരുപാട് ഉമ്മമാർ എപ്പോഴും ചോദിക്കുന്നതാണ്, എന്തെങ്കിലും സൂറത്തോ ദിക്റോ സ്വലാത്തോ ഉണ്ടെത്താ, ഇന്നാലിന്ന വിഷമം എൻ്റെ മനസ്സിലുണ്ട്, അതൊന്ന് സന്തോഷത്തിലായി കിട്ടാനെന്ന് നിയ്യത്താക്കിക്കോളി. ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ 100% ഉറപ്പ് ഞാൻ തരികയാണ്, നിങ്ങൾക്കിതിന് ഫലം കിട്ടും, ഉറപ്പാണ്. നല്ല വിശ്വാസത്തോടു കൂടി പരിശുദ്ധ ഖുർആനിലുള്ള സൂറത്താണ് ഞാൻ ഓതുന്നത് എന്ന മനസ്സോടുകൂടി ഓതുന്ന സമയത്തൊക്കെ ഖുർആൻ എടുക്കുന്ന രീതിയും അതുപോലെ ഖുർആൻ ഓതുന്ന രീതിയിലൊക്കെ ആയിട്ട്
ഓതി നോക്കുക ഇൻഷാ അല്ലാ. ഇതെങ്ങനെയാണ് ഓതേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം. വെറും 3 ദിവസം കൊണ്ടാണ് ഇത് ഓതി തീർക്കേണ്ടത്. ഞാൻ ഈ പറയുന്ന സൂറത്തുൽ ഫതഹ് 3 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന എണ്ണം നിങ്ങൾ ഓതി തീർക്കണം. 21 തവണ സൂറത്തുൽ ഫതഹ് നിങ്ങൾ ഓതുമെന്ന് നിയ്യത്താക്കുക. അത് ഓതേണ്ട സമയമാണ് പറഞ്ഞത് 3 ദിവസത്തിനുള്ളിലായിട്ട്. 3 ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് 21 തവണ സൂറത്തുൽ ഫതഹ് നിങ്ങൾ ഓതി തീർക്കുക. ഇത് വെറും 29 ആയത്തുകളുള്ള ചെറിയ പറ്റ കുഞ്ഞി സൂറത്തുമല്ല, വലിയ സൂറത്തുമല്ല, അങ്ങനെയുള്ളൊരു സൂറത്താണ്. സൂറത്തുൽ ഫതഹ് നിത്യേന നമ്മൾ ഓതേണ്ടതാണ്. എപ്പോഴും നമ്മൾ ഓതേണ്ട ഒരു സൂറത്താണ് ഈ സൂറത്തുൽ ഫതഹ്. ഒരുപാട് പേര് നിത്യേന ഓതുന്നവരുമുണ്ടാവും. അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ. നമുക്ക് വിജയമുണ്ടാവുമെന്നാണ് ഈ സൂറത്തുൽ ഫതഹ് പതിവായി നമ്മൾ ഓതിപ്പോന്നാൽ അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവരുടെ നേരെ ശത്രുവിൻ്റെ ആക്രമണം ഉണ്ടാവില്ല. അത് വിഫലമായിത്തീരും. അതായത് നമുക്ക് കണ്ണേറ്, സിഹിർ, ശത്രു എന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രു, നമ്മൾക്ക് എതിര് നിൽക്കുന്ന ആൾക്കാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, നമ്മളോട് ശത്രുതയിൽ നിൽക്കുന്ന അവരങ്ങനെ ആവട്ടെ, അവർ നശിക്കട്ടെ, അങ്ങനെയൊക്കെ ഒരു തരം മനുഷ്യന്മാരങ്ങനെ ഉണ്ടാവും അല്ലേ. ഒരാൾ അങ്ങനെ നശിച്ചു പോവട്ടെ എന്നൊക്കെ കരുതുന്ന മനുഷ്യന്മാരൊക്കെ ഈ ലോകത്തുണ്ട്. അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് അന്തം വിട്ടു പോകട്ടോ. കാരണം ഞാൻ ഈ വാട്സപ്പിലൂടെയായിട്ട് എന്നോട് ഒരുപാട് പേര് പറഞ്ഞതാണ്, ഞങ്ങൾ അങ്ങനെ ആവണം, ഇങ്ങനെ ആയിത്തീരണം, അവരെപ്പോഴും പറയലാണ്. അതൊക്കെ കേൾക്കുന്ന സമയത്ത് ഭയങ്കര ഒരു പേടിയാണ്, ഒരു ബേജാറാണ്. ഇങ്ങനെ ക്രൂരതയുള്ള മനുഷ്യന്മാരും ഈ ലോകത്തൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ സ്വയമായിട്ട് ചിന്തിച്ചു പോകും. അതാണ് പറയുന്നത്, അങ്ങനെ നമ്മോട് ശത്രുതയുള്ള ആൾക്കാർ നമ്മൾ നശിക്കട്ടെ, അവരൊരു ഗുണം പിടിക്കരുത്, അവർക്കെന്നും ബുദ്ധിമുട്ടിൽ തന്നെ ആവണം, അവർക്കൊരു സമാധാനം കിട്ടരുത്, സമാധാനമില്ലാത്ത ജീവിതം കിട്ടണം, അങ്ങനെയൊക്കെ പ്രാഗി നടക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതൊന്നും നമ്മുടെ മേലിലേക്ക് അള്ളാഹ് ഏൽപ്പിക്കില്ല. നമുക്ക് അവരെന്തൊക്കെ അവരെ വായിൽ നിന്ന് വരുന്ന എല്ലാ വേർഡുകളും വിളിച്ച് പറഞ്ഞാലും നമ്മളെ ശരീരത്തിലോ നമ്മളെ കുടുംബത്തിലോ നമ്മളെ മക്കൾക്കോ നമ്മുടെ ഭർത്താവിനോ അതിന് യാതൊരു കേടും വരില്ല. അതൊക്കെ അള്ളാഹു കാക്കപ്പെടും. അതുകൊണ്ട് ഈ സൂറത്തുൽ ഫതഹ് നിത്യമായിട്ട് ഓതിക്കോളി. അങ്ങനെയുള്ള വിഷമം അനുഭവിക്കുന്നവർ ഇപ്പം ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ടാവും, അവരെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നുണ്ടാവും, അത്രക്കും ടെൻഷൻ ഉണ്ടാവും അവരെ മനസ്സിൽ. ആരോടും ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ വേദന ആർക്കും അറിയില്ലല്ലോ, ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ട് സഹിക്കുകയാണ്, ഒരു സമാധാനമില്ല എനിക്ക്. അങ്ങനെയൊക്കെ നമ്മൾ ഓരോ കാര്യം സഹിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്, ഒരുപാട് പേരുണ്ട്. എന്നോട് വാട്സപ്പിൽ തന്നെ ഒരുപാട് പേര് സങ്കടം പറയാറുണ്ട്. അതൊക്കെ കേൾക്കുന്ന സമയത്ത് എനിക്ക് തന്നെ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അവരോട് എനിക്ക് ഒരു സഹതാപം തോന്നിപ്പോവും, പാവം തോന്നിപ്പോവും. ആരോടും പറയാൻ പറ്റില്ല. ഇത് പുറത്താരോട് പറഞ്ഞാൽ അവരങ്ങനെയുള്ള ആൾക്കാരല്ല, നിൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തുകയാണ് ഇത്ത. അങ്ങനെയൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങളൊക്കെ ഈ സൂറത്തുൽ ഫതഹ് നിത്യമായിട്ട് ഓതിക്കോളി. ഇപ്പം ഈ പറഞ്ഞ ഈ ഒരു രീതി ഉണ്ടല്ലോ, ഓതേണ്ട രീതി ഞാൻ പറഞ്ഞില്ലേ, 21 തവണയാണ് സൂറത്തുൽ ഫതഹ് ഓതേണ്ടത്. ഓതി തീർക്കേണ്ട സമയം 3 ദിവസത്തിൻ്റെ ഉള്ളിൽ. ആ 3 ദിവസത്തിനുള്ളിൽ നിങ്ങളെ കാര്യം അള്ള റാഹത്താക്കി തരും. ഞാൻ റാഹത്താക്കി തരും എന്നല്ല പറയുന്നത്, അള്ള റാഹത്താക്കി തരും. ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള സൂറത്താണ് ഇതുപോലെ നിയ്യത്താക്കി ഓതിയിട്ട്. അതുകൊണ്ട് എൻ്റെ കാര്യം 3 ദിവസം കൊണ്ട് റാഹത്തിലാവും. ഞാൻ അനുഭവിക്കുന്ന എൻ്റെ വേദന അള്ള തീർത്ത് തരും. ഞാൻ ഇൻഷാ അല്ലാ ഈ സൂറത്തുൽ ഫതഹ് ഞാൻ ഇപ്പോൾ തന്നെ നിയ്യത്താക്കുന്നു, റബ്ബേ ഞാൻ ഓതി തീർക്കുമെന്ന്. ഇനിയിപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഖുർആൻ എടുക്കാൻ പറ്റാത്ത സ്ത്രീകളുണ്ടാവും, സഹോദരിമാർ കേൾക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ നിയ്യത്താക്കിക്കോളി, ഇൻഷാ അല്ലാ ഞാൻ എൻ്റെ ശരീരം വൃത്തിയായതിൻ്റെ ശേഷം ഞാനും ഇതേപോലെ നിയ്യത്താക്കുന്നു ഓതാനെന്ന്. നല്ല മനസ്സോട് കൂടിയിട്ട് കേൾക്കുന്ന സമയത്ത് തന്നെ അങ്ങോട്ട് നിയ്യത്താക്കി വെക്കുക. എൻ്റെ കാര്യം നടക്കുമല്ലോ, ഈ 3 ദിവസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ കാര്യത്തിന് ഒരു സമാധാനം ഞാൻ കേൾക്കും, അള്ള എനിക്ക് കേൾപ്പിച്ചു തരും, ഒരു സമാധാനം ഞങ്ങളുടെ ജീവിതത്തിലുള്ള ഇടങ്ങേറ് തീർന്ന് കിട്ടും എന്ന മനസ്സോട് കൂടിയിട്ട് ഓതിക്കോളിട്ടോ.
അപ്പോൾ ഇത് നിത്യമായിട്ട് ഓതുന്ന ഒരാൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ശത്രുവിൻ്റെ ആക്രമണം ഒന്നും ഉണ്ടാവില്ല. എല്ലായിടത്തും അവന് വിജയമായിരിക്കും ഉണ്ടാവുക. എന്തെങ്കിലും ആവശ്യം ആഗ്രഹം ഉണ്ട് എങ്കിൽ ഞാനിപ്പോൾ നേരെ പറഞ്ഞിട്ടുള്ള ഒരു എണ്ണത്തിൽ ആ ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് നിയ്യത്താക്കിയിട്ട് ഓതി തീർക്കട്ടോ. അതുപോലെ വേറൊരു കാര്യവുമുണ്ട്. ഇത് ഓതുന്ന സമയത്ത് നമ്മളിപ്പോൾ 21 3 ദിവസം കൊണ്ട് ഓതി തീർക്കുമെന്ന് നമ്മൾ നിയ്യത്താക്കും ഇൻഷാ അല്ലാ. അപ്പം ആ ഒരു സമയത്ത് നിങ്ങൾ ഫസ്റ്റിലായിട്ട് തന്നെ ഓതുന്ന സമയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറഞ്ഞിട്ട് തുടങ്ങണം കേട്ടോ. അല്ലാതെ ബിസ്മി മാത്രം ഓതിയിട്ടല്ല, ഔദും ഓതിയിട്ട് വേണം നിങ്ങൾ ഫസ്റ്റിൽ തുടങ്ങാൻ. അതുപോലെ 21 ഓതി തീർക്കുമോ ആ ലാസ്റ്റ് 21ാമത്തെ സൂറത്തുൽ ഫത്തഹ് നിങ്ങൾ ഓതുമ്പം അത് ഓതി കഴിഞ്ഞതിൻ്റെ ശേഷം സ്വദഖല്ലാഹുൽ അലീം എന്നും പറയാൻ മറക്കരുത്. മനസ്സിലായില്ലേ? ഔദും ബിസ്മിയും ഓതിയിട്ട് തുടങ്ങാം. ഏറ്റവും ലാസ്റ്റ് 21ാമത്തെ സൂറത്ത് നിങ്ങൾ ഓതി കഴിയുമ്പോൾ സ്വദഖല്ലാഹുൽ അലീം എന്നും കൂടി നിങ്ങൾ ആ കൂട്ടത്തിലായിട്ട് ഓതട്ടോ. ഇൻഷാ അല്ലാ അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ മനസ്സിലുള്ള ഇടങ്ങേറുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹു തീർത്ത് സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു നൽകട്ടെ. ആരൊക്കെയാണോ ഈ ഒരു സൂറത്തുൽ ഫത്തഹ് നിയ്യത്താക്കുന്നത് ഓരോരോ കാര്യങ്ങൾ റാഹത്തിലും സമാധാനത്തിലും ആവാൻ വേണ്ടി, റബ്ബേ അവർ വിചാരിക്കുന്നതിനും മുന്നേ ആയിട്ട് അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നീ നടത്തി കൊടുക്കല്ല, അവരെ പ്രയാസം നീ തീർത്ത് കൊടുക്കല്ല, സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലുള്ള ആയത്താണ് റബ്ബേ ഞങ്ങൾ നിയ്യത്താക്കി ഓതാൻ പോകുന്നത്. ഫലം നീ കാണിച്ചു കൊണ്ട് റഹ്മാനെ, ഞങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമായിട്ടുള്ള ഫലം നീ കാണിച്ചു തരണേ. അപ്പോൾ ഞാൻ സൂറത്തുൽ ഫത്തഹിൻ്റെ ആ തുടക്കത്തിലുള്ള ഒരു 2-3 ആയത്ത് ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പം ഓതാത്തവരൊക്കെ ഉണ്ടാവും സൂറത്തുൽ ഫത്തഹ്, പക്ഷേ നമ്മൾ ഓതിപ്പോകുന്നുണ്ടാവും. ഇത് സൂറത്തുൽ ഫത്തഹാണ് എന്ന് അറിയാതെ നിത്യമായിട്ട് നമ്മളിപ്പോൾ ഖുർആൻ ഫുള്ളായിട്ട് ഖത്തം തീർക്കുന്നവരൊക്കെ സൂറത്തുൽ ഫത്തഹ് ഓതിപ്പോകുമല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഇതിൽ സ്ക്രീൻഷോട്ടായിട്ട് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് സൂറത്തുൽ ഫത്തഹ് എന്ന് ഖുർആനിലെ ഓരോ ആയത്ത് എടുത്ത് നോക്കിയിട്ട് ഓതുക. ഇൻഷാ അല്ലാ അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക. കേട്ടതിൻ്റെ ശേഷമായിട്ട് അള്ളാനെ മനസ്സിലോർത്ത് വേറെ മറ്റുള്ള വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിലേക്ക് കടത്തിവിടാതെ അള്ളാഹുവിനെ മനസ്സിലോർത്ത് കൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇൻഷാ അല്ലാ എനിക്ക് 3 ദിവസം കൊണ്ട് അള്ളാഹ് എൻ്റെ കാര്യം നടത്തിത്തരും, എൻ്റെ മനസ്സിലുള്ള പ്രയാസം തീരും. എന്തൊക്കെ കാര്യത്തിനാണ് നിങ്ങളൊക്കെ വേദന അനുഭവിക്കുന്നത് ആ കാര്യം അള്ളാഹു റാഹത്തിലും സമാധാനത്തിലും ആക്കിത്തരും എന്ന മനസ്സോട് കൂടിയിട്ട്, നല്ല മനസ്സോട് കൂടിയിട്ട്, അത് അല്ലാതെ ഒരു എന്താ പറയുക, ഒരു വിശ്വാസമില്ലാതെ ഒരു ടെസ്റ്റ് നോക്കുക, ഫലം കിട്ടുമോ ഇല്ലേ ഒന്ന് ഞാൻ പരീക്ഷിച്ച് നോക്കട്ടെ, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, ചിലപ്പോൾ ഫലം കിട്ടുമോ, അത് കിട്ടിയാലോ എൻ്റെ കാര്യം നടന്ന് കിട്ടുകയും ചെയ്യുമല്ലോ, അങ്ങനെയുള്ളൊരു മനസ്സില്ല. ആ മനസ്സോട് കൂടിയിട്ട് ഇത് ഓതിയിട്ട് കാര്യമില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഈ സൂറത്ത് നിയ്യത്താക്കി ഓതിയാൽ ഫലം കിട്ടുമെന്ന് 100% ഉറപ്പാണ്. ഇനി കിട്ടാത്തത് എന്താണെന്നറിയുമോ, നമ്മൾ ഓരോ കാര്യം നിയ്യത്താക്കി ഓതുമ്പോൾ അതിന് ഫലം കിട്ടാത്ത കാര്യം നമ്മുടെ മനസ്സ് ശരിയല്ല. അതുകൊണ്ടാണ് ആദ്യം തന്നെ അത് ക്ലിയറാക്കണം, നല്ല മനസ്സാക്കണം. ചീത്ത മനസ്സ് ഒഴിവാക്കിയിട്ട് നല്ല മനസ്സ് അള്ളാഹിനോട് ദുആ ചെയ്യപ്പോഴും റബ്ബേ എൻ്റെ മനസ്സിനെ നീ നന്നാക്കി തരണേ, ആരോടും കേടും കിബറുമില്ലാത്ത മനസ്സാക്കി തരണേ, എല്ലാവരോടും സ്നേഹത്തോടു കൂടി നടക്കാനുള്ള മനസ്സാക്കി തരണേ എന്ന് അള്ളാഹിനോട് ദുആ ചെയ്യും. മുത്ത റസൂലിൻ്റെ പേരിലായിട്ട് ഒരു 3 സ്വലാത്തുൽ ഫാത്തിഹ നമുക്ക് ഒരുമിച്ച് ചൊല്ലാട്ടോ. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അള്ളാഹു തീർത്ത് സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അൽ ഫാത്തിഹ് ലിമാ ഉഹ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് വന്നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ് ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അൽ ഫാത്തിഹ് ലിമാ ഉഹ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് വന്നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ് ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം.
اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗമും ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഈതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയുസ് സമാവാതി വൽ അർള വലാ യഹൂദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അളീം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ചൊല്ലിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് അള്ളാഹ് പുറത്ത് മാപ്പാക്കി തരട്ടെ. അപ്പോൾ നിങ്ങളെ ഓരോ കമൻറ്റിലൂടെ ആയിട്ട് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങൾ എഴുതി അറിയിക്കുക. വിഷമങ്ങളൊക്കെ അള്ളാഹു തീർത്ത് തരട്ടെ. സമാധാനമുള്ള ജീവിതം അള്ളാഹ് നമുക്കെല്ലാവർക്കും നൽകട്ടെ. വാട്സപ്പിലൂടെ ഒരുപാട് ഉമ്മമാർ ഓരോ പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വാട്സപ്പ് ഞാൻ നോക്കുന്ന സമയത്തൊക്കെ അതിന് റിപ്ലൈ തരും കേട്ടോ. നോക്കാത്തത് കൊണ്ടാണ്, ചിലപ്പോൾ ഫുള്ളായിട്ട് കേട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് അപ്പം തന്നെ റിപ്ലൈ തരാത്തത്. തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. നിങ്ങളൊന്നും കരുതരുത്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ വാട്സപ്പിലൂടെ ആയിട്ട് വോയിസ് മെസ്സേജ് ആയിട്ട് അയക്കുക. അല്ലാതെ ആരും കോൾ ചെയ്യരുത്. ഒരുപാട് പേര്, എത്ര കോളാണെന്നറിയോ ഓരോ ദിവസം വരാറുള്ളത്. ഞാൻ കോളുകളൊന്നും എടുക്കാറില്ല. എടുത്ത ഫോൺ ഹാങ്ങായി പോവും. ഒരുപാട് പേര് നിത്യേന വിളിക്കുന്നുണ്ട്. വിളിക്കണ്ട പറഞ്ഞാലും വിളിക്കും. അത് ഞാൻ എടുക്കില്ല കേട്ടോ. നിങ്ങൾ വിളിച്ചിട്ട് വാട്സപ്പിലൂടെ ആയിട്ട് നിങ്ങൾ എന്ത് കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അത് തീർച്ചയായിട്ടും ഞാൻ ഒരു ദിവസം നോക്കിയില്ലെങ്കിൽ പിറ്റേ ദിവസമെങ്കിലും ഞാൻ വാട്സപ്പ് നോക്കാറുണ്ട്. അതിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതുമായിരിക്കും. ഒരു ദിവസം നോക്കാഞ്ഞിട്ട് എന്താ നോക്കാത്തത് എന്ന് നിങ്ങൾ മനസ്സിൽ ടെൻഷൻ ആവരുത്. ഒന്നും ഉണ്ടായിട്ടല്ല, തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട്, നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ എപ്പോഴും ദുആ ചെയ്യാറുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.